ഹലോ ഫ്രണ്ട്സ്, മോംസ് കുക്ക് ഹൗസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമുക്ക് കൊറോണ എന്നൊരു വിപത്തിനെ പറ്റി അറിയാലോ. ലോകമെമ്പാടുമുള്ള എല്ലാ ആളുകളെയും ഏറ്റവും അധികം ഭീതിയിലാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തെ കൂടുതൽ ഭയപ്പാടോടെ നോക്കിക്കാണാതെ കൊറോണയെ പ്രതിരോധിക്കാനായി കൃത്യമായ മുൻകരുതലുകൾ പിന്തുടരുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയും. അതിനായി നമുക്ക് ഗവൺമെൻറ് പറയുന്ന രീതിയിൽ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ച് ഒരുമിച്ച് നമുക്ക് കൈകോർക്കാം. അപ്പോൾ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പോലെയുള്ള സമൂസ ഷീറ്റും അതുപോലെ തന്നെ സ്പ്രിംഗ് റോൾ ഷീറ്റും നമുക്ക് വീട്ടിൽ വളരെ പെട്ടെന്നും ഈസിയായും എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സമൂസ ഷീറ്റിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ഓയിൽ, പിന്നെ ചെറുചൂടുവെള്ളം എന്നിവയാണ് എടുത്തിരിക്കുന്നത്. പൊടിയിൽ ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഓയിലൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതിനുശേഷം നമുക്കിതിലേക്ക് ചൂടുവെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്, ചെറു ചൂടുവെള്ളം. നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ ഒരു സ്പൂണിൻ്റെ അറ്റം വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ആദ്യം എടുക്കുന്നുണ്ട്. അതിനുശേഷം കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന പോലെ വളരെ സോഫ്റ്റായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ഇത് മിക്സ് ചെയ്താൽ മതി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്തതുകൊണ്ട് നനയ്ക്കുമ്പോൾ തന്നെ സോഫ്റ്റായിട്ടുണ്ടാവും. കൈ കൊണ്ട് കുഴക്കുമ്പോൾ ഒന്നുകൂടെ സോഫ്റ്റായിട്ട് വന്നോളൂ. ഏകദേശം ഒരു 4-5 മിനിറ്റൊക്കെ ഇതൊന്ന് കുഴച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ കൂടെ ഒന്ന് പുരട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാനിവിടെ പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ടാണ് കവർ ചെയ്യുന്നത് കേട്ടോ. നിങ്ങളുടെ പ്ലാസ്റ്റിക് റാപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു തുണി കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂടി കൊണ്ടോ ഒന്ന് മൂടി വെച്ചാലും മതി. മാവിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആവാതിരിക്കണം, അതേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഏകദേശം ഒരു 35 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മാവിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അത് സൂപ്പർ സോഫ്റ്റായിട്ട് നമ്മുടെ മാവ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. അതായത് ഇതുപോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വേണം കേട്ടോ ഉരുളകൾ ഉരുട്ടിയെടുക്കാനായിട്ട്. അപ്പം നമ്മൾ മാവ് പരത്തുമ്പോൾ ഭംഗിയായിട്ടൊന്നും ഉണ്ടാവില്ല, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിക്കോളും. ടോട്ടൽ എനിക്ക് 16 ഉരുളകളാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ഓരോ ഉരുളകളും ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കാം. അതായത് ഒരു പപ്പടത്തിൻ്റെ വലുപ്പത്തിലൊക്കെ പരത്തിയാൽ മതി. പിന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കയ്യിലുള്ള പാനിൻ്റെ വലുപ്പത്തിൽ വേണം ഉരുളകൾ എടുക്കാനായിട്ട്. അത് വീഡിയോ ഫുള്ളും കാണുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും. ഇനി നമുക്ക് ചപ്പാത്തി പരുവത്തിൽ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ഉരുളകളും ഈ ഒരു വലുപ്പത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഓരോ പീസിൻ്റെയും മുകളിൽ എണ്ണ നല്ലതുപോലെ പുരട്ടി കൊടുക്കണം. അതുപോലെ മാവ് ഇട്ട് കൊടുക്കണം. അതിനാവശ്യമായിട്ടുള്ള എണ്ണയും ഓൾ പർപ്പസ് ഫ്ലോറും ഞാൻ 2 ബൗളുകളിലായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു പീസ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബ്രഷ് കൊണ്ടോ കൈ കൊണ്ടോ എണ്ണ നല്ലതുപോലെ പുരട്ടി കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ മുകളിലായി പൊടിയും നല്ലതുപോലെ തൂക്കി കൊടുക്കണം. ഞാനിവിടെ 8 പീസാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഏറ്റവും മുകളിൽ വെക്കുന്ന പീസിൻ്റെ മുകളിൽ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല കേട്ടോ. എണ്ണയോ പൊടിയോ ഒന്നും ഇടണ്ട. അപ്പോൾ നമുക്കിത് ഒന്ന് പരത്തിയെടുക്കാം. നല്ലതുപോലെ വലുപ്പത്തിലായിട്ട് പരത്തിയെടുക്കാം. പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് വേണം കേട്ടോ പരത്താനായിട്ട്, അല്ലെങ്കിൽ എല്ലാ സൈഡും കുക്കായിട്ട് കിട്ടില്ല. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി അതിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ഷീറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ആ പാനിൽ ഇതുപോലെ കൈ കൊണ്ട് നമുക്ക് എല്ലാ സൈഡിലേക്കൊന്ന് തിരിച്ച് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ സൈഡും നല്ലതുപോലെ ചൂടായിക്കോളും. ഈ സമയത്ത് മുകൾ ഭാഗത്ത് ഒരു ചെറിയ ചെറിയ കുമിളകളായിട്ട് ഇതുപോലെ വരും. ആ സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വിട്ട് വന്നോളൂ കേട്ടോ. ഈ സമയത്ത് മുകളിലത്തെ ഷീറ്റ് എടുത്ത് മാറ്റാം. ഈ ടൈമിൽ അടിഭാഗത്തെ ഷീറ്റും കുക്കായിട്ടുണ്ടാവും. തിരിച്ച് അതും വേർതിരിച്ചെടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ ഓരോ ഷീറ്റും നമുക്ക് ചൂടാക്കി സെപ്പറേറ്റ് ആക്കി എടുക്കാം.
അപ്പോൾ ഞാൻ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ്, സമൂസ ഷീറ്റും ഒക്കെ ഇതുപോലെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ഷീറ്റ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് സമൂസ ഷീറ്റ് പോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ 4 വശവും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതിയിലുള്ള ഷീറ്റ് നമുക്ക് സ്പ്രിംഗ് റോളിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ മണി ബാഗ് ഉണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ കോൺ സമൂസ ഉണ്ടാക്കുന്നതിനൊക്കെ ഈ ഒരു ഷീറ്റ് ഉപയോഗിക്കാം. ഇനി സമൂസയ്ക്കാണെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്തത് 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറും ഓയിലും ഉപ്പും ചെറുചൂടുവെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് സമൂസ ഷീറ്റിനാണ് കുഴച്ചെടുത്തത്. രണ്ടാമത് ആ മെത്തേഡിൽ തന്നെ കുഴച്ചെടുത്ത് സ്പ്രിംഗ് റോളിനുള്ള ഷീറ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സമൂസ ഷീറ്റും സ്പ്രിംഗ് റോൾ ഷീറ്റും ഒക്കെ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെ സൂപ്പറായിട്ടാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. മക്കൾക്കൊക്കെ രുചികരമായ സമൂസയും സ്പ്രിംഗ് റോളും ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് കയ്യടി വാങ്ങണ്ടേ? അതിനുള്ള റെസിപ്പിയുമായി ഞാൻ അടുത്ത് തന്നെ വരാം കേട്ടോ. അപ്പോൾ ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.